അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് നോക്കാൻ പോകുന്നത്. ഈ ചാനലിൽ വരുന്ന കൂടുതലും വീഡിയോസും കറണ്ട് അഫയേഴ്സ് ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം PSC ഉദ്യോഗാർത്ഥികൾക്ക് കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്യാനായിട്ടാണെങ്കിൽ ഈ പേജ് ഉചിതമാണ്. കറണ്ട് അഫയേഴ്സ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം ഓരോ സെഷനിലും ഏകദേശം ഒരു 50ഓളം ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ തുടർച്ചയായിട്ട് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ സെഷനിലും 50ഓളം ക്വസ്റ്റ്യൻസ് മാത്രമാണ് ചെയ്യുന്നത്. ഇതിൽ ഒരുവിധപ്പെട്ട എല്ലാ കറണ്ട് അഫയേഴ്സിൻ്റെ ടോപ്പിക്കും ഇതിൽ വരുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കറണ്ട് അഫയേഴ്സും ഇതിൽ പറഞ്ഞു പോകും. ഇപ്പോൾ ഒരു വീഡിയോയിൽ തന്നെ വന്നില്ലെങ്കിലും പല വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിലെല്ലാത്തിലും കൂടെ ആയിട്ട് കവർ ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് കടക്കാം. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ വർഷത്തെ മഹാകവി പി കുഞ്ഞിരാമൻ നായർ സ്മാരക സമിതിയുടെ സാഹിത്യ പുരസ്കാരം നേടിയതാരെന്നാണ്. അത് എൻ പ്രഭാകരനാണ്. എൻ പ്രഭാകരൻ. ഞാൻ മാത്രമല്ല ഞാൻ എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് ആ പുരസ്കാരം ലഭിച്ചത്. അപ്പം ഒന്നുകൂടെ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. ഈ വർഷത്തെ മഹാകവി പി കുഞ്ഞിരാമൻ നായർ സ്മാരക സമിതിയുടെ സാഹിത്യ പുരസ്കാരം നേടിയത് എൻ പ്രഭാകരനാണ്. എൻ പ്രഭാകരൻ. ഞാൻ മാത്രമല്ല ഞാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ കൃതി. ഓക്കെ. അന്താരാഷ്ട്ര ഫുട്ബോൾ ദിനം മെയ് 25-നാണ്. അന്താരാഷ്ട്ര ഫുട്ബോൾ ദിനം മെയ് 25-നാണ്. ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഓഗസ്റ്റ് 23-നാണ്. ഓഗസ്റ്റ് 23-ൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്കറിയാം. കാരണം അന്നാണ് ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിങ് ചെയ്തതും മൂണിൽ. അപ്പം ആ ഒരു ദിവസം ഓഗസ്റ്റ് 23, 2023-ലാണിത് സോഫ്റ്റ് ലാൻഡിങ് നടത്തിയത്. ആ ഒരു ദിവസമാണ് നമ്മുടെ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ടത്. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ PSC LDC ട്രിവാൻഡ്രം ഇതിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യനിലും ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ. അടുത്തത്, ദ തീം ഓഫ് ദ വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ 2024. 2024 വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേയുടെ തീം എന്താണെന്നാണ് ചോദ്യം. ഇറ്റ്സ് ടൈം ഫോർ ആക്ഷൻ. ഇറ്റ്സ് ടൈം ഫോർ ആക്ഷൻ. ഇതാണ് 2024 വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേയുടെ തീം എന്ന് പറയുന്നത്. അടുത്തത്, ISROയുടെ 2024 ആദ്യത്തെ ദൗത്യം ഏതാണ്? 2024 വർഷം. ശ്രദ്ധിക്കുക. 2024 ആദ്യത്തെ ദൗത്യമാണ് XPO സാറ്റ്. XPO സാറ്റ്. 2024 ആദ്യത്തെ ദൗത്യമാണ് XPO സാറ്റ്. ഓക്കെ. കരസേനയുടെ പുതിയ മേധാവിയായി ചുമതലയേറ്റത് ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ്. ഇത് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം. കരസേനയുടെ പുതിയ മേധാവിയാണ് ആര്? ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ശരി. അടുത്തത്, ഇറാൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്, പുതിയ പ്രസിഡന്റാണ് മസൂദ് പെസഷ്കിയാൻ. മസൂദ് പെസഷ്കിയാൻ. ഭാരതീയ ന്യായ സംഹിതയുടെ അടിസ്ഥാനത്തിലുള്ള രാജ്യത്തെ ആദ്യത്തെ കേസ് ഗ്വാളിയറിലാണ് രജിസ്റ്റർ ചെയ്തത്. അപ്പം ഭാരതീയ ന്യായ സംഹിത ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വന്ന നിയമമാണ്. അപ്പോൾ ഈ ഒരു നിയമം വന്നതിന് ശേഷം ഇപ്പോൾ IPC അതൊന്നുമില്ല. പുതിയ കേസുകളിലെല്ലാം ഭാരതീയ ന്യായ സംഹിതയുടെ അടിസ്ഥാനത്തിലാണ് കേസ് എടുക്കുന്നത്. അങ്ങനെ ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തത്, ഈ നിയമം നിലവിൽ വന്നതിന് ശേഷം ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തത് ഗ്വാളിയറിലാണ് രജിസ്റ്റർ ചെയ്തത്. ഗ്വാളിയർ മധ്യപ്രദേശിൻ്റെ തലസ്ഥാനമാണ് ഗ്വാളിയർ. ഗ്വാളിയറിന് മറ്റൊരു പദവി കൂടി ഈ ഇടയ്ക്ക് കിട്ടി. അത് മനസ്സിലാക്കി വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്വാളിയറാണ് നമ്മുടെ സംഗീത നഗരമായി യുനെസ്കോ തിരഞ്ഞെടുത്തത്. സംഗീത നഗരം. ഓക്കെ. ലോകത്തിലെ സാഹിത്യ നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് നമ്മുടെ കോഴിക്കോടാണ്. സംഗീത നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് മധ്യപ്രദേശിൻ്റെ തലസ്ഥാനമായ ഗ്വാളിയറാണ്. ഓക്കെ. കേരളത്തിൽ ന്യായ സംഹിത വന്നതിന് ശേഷം ഫസ്റ്റ് കേസ് എടുത്തത് കേരളത്തിലാണെങ്കിൽ കൊണ്ടോട്ടിയിലാണ്. കൊണ്ടോട്ടി മലപ്പുറം ജില്ലയിലെ സ്ഥലമാണ് കൊണ്ടോട്ടി. ഓക്കെ. ഇന്ത്യൻ നാവികസേന വികസിപ്പിച്ച ഏറ്റവും പുതിയതും ശക്തവുമായ നോൺ ന്യൂക്ലിയർ ബോംബാണ് സെബക്സ് 2. ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. സെബക്സ് 2 എന്നാണ് വരുന്നത്. സെബക്സ് 2. ഓക്കെ.
റഷ്യയുടെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് സെയിൻറ്റ് ആൻഡ്രൂ ദി അപ്പോസ്റ്റൽ, ഈ ഒരു അവാർഡ് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സമ്മാനിച്ചത് നമ്മുടെ പ്രൈം മിനിസ്റ്ററായ നരേന്ദ്രമോദിക്കാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. സംസ്ഥാനമാണ്, ശ്രദ്ധിക്കുക, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനാരാണ്? ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. ഓക്കെ, അപ്പോൾ ഈ വർഷത്തെ ശ്രീകുമാർ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് മോഹൻലാലിനാണ്. നടൻ മോഹൻലാലിനാണ്. അതുപോലെ ഈ വർഷത്തെ ഭരത് ഗോപി പുരസ്കാരം ലഭിച്ചത് സലീം കുമാറിനാണ്. ഈ വർഷത്തെ ഭരത് ഗോപി പുരസ്കാരം ലഭിച്ചത് സലീം കുമാറിനാണ്. ശ്രീകുമാർ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് മോഹൻലാലിനാണ്. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ മലയാളി, ശ്രദ്ധിക്കുക, ആദ്യത്തെ മലയാളി എന്നാണ് പറഞ്ഞത്. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ മലയാളിയാണ് സോജൻ ജോസഫ്. ആരാണ്? സോജൻ ജോസഫ്. ബ്രിട്ടീഷ് ധനവകുപ്പിന്റെ 800 വർഷത്തെ ചരിത്രത്തിലാദ്യമായി നിയമിതനാകുന്ന വനിതാ ധനമന്ത്രി. ബ്രിട്ടീഷ് ധനവകുപ്പിന്റെ 800 വർഷത്തെ ചരിത്രത്തിലാദ്യമായി നിയമിതനാകുന്ന വനിതാ ധനമന്ത്രിയാണ് റേച്ചൽ റീവ്സ്. യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ നഗരമാണ് കോഴിക്കോട്. അത് തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ നഗരം ഏതാണ്? അത് കോഴിക്കോടാണ്. പക്ഷെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ അതല്ല. ഈ നഗരത്തിൻ്റെ ഔദ്യോഗിക കേന്ദ്രം ഏതാണ്? അപ്പോൾ യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ നഗരമാണ് കോഴിക്കോട്. ഈ നഗരത്തിൻ്റെ ഔദ്യോഗിക കേന്ദ്രം ഏതാണ്? ആനക്കുളം സാംസ്കാരിക നിലയമാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ആനക്കുളം സാംസ്കാരിക നിലയം. ലോക കടുവ ദിനം നമുക്കെല്ലാവർക്കും അറിയാം, ജൂലൈ 29 ജൂലൈ 29. രാജ്യാന്തര വിമാന സർവീസുകളിൽ യാത്രക്കാർക്ക് സൗജന്യ വൈഫൈ നൽകുന്ന ആദ്യത്തെ കമ്പനിയാണ് വിസ്താര. 2024 ലോകമാന്യ തിലക് പുരസ്കാരം നേടിയത് സുധാമൂർത്തിയാണ്. 2024 ലോകമാന്യ തിലക് പുരസ്കാരം നേടിയതാരാണ്? റൈറ്റർ കൂടിയായ സുധാമൂർത്തിയാണ്. ഓക്കെ, 2024 വനിതാ T20 ക്രിക്കറ്റ് ചാമ്പ്യന്മാർ ശ്രീലങ്കയാണ്. 2024 വനിതാ T20 ക്രിക്കറ്റ് ചാമ്പ്യന്മാരാണ് ശ്രീലങ്ക. നമ്മുടെ മെൻസിൻ്റെ അറിയാമല്ലോ, ഇന്ത്യയാണ് T20 ചാമ്പ്യൻ ആയിട്ടുള്ളത്, വേൾഡ് ചാമ്പ്യൻ. ഓക്കെ, അഗ്നിവീറുകൾക്ക് പോലീസിൽ സംവരണം പ്രഖ്യാപിച്ച സംസ്ഥാനം രാജസ്ഥാൻ. അപ്പം അഗ്നിവീറുകളുടെ കാര്യം അറിയാമല്ലോ, അവർ കുറച്ച് പെർസെൻറ്റേജ് മാത്രമേ പിന്നെ സേനയിൽ തുടരാൻ പറ്റുള്ളൂ. എല്ലാ അഗ്നിവീറുകൾക്കും പിന്നെ ഫർദറായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. കുറച്ച് പേർക്ക് അതിൽ നിന്ന് വിട്ടു പോകേണ്ടി വരും. അതിൽ ഒരു 10% എന്തോ ആൾക്കാരെ മാത്രമേ അവർ നിലനിർത്തുള്ളൂ. ബാക്കി എല്ലാവരെയും ഇതിൽ നിന്ന് പുറത്തു പോകും. അങ്ങനെയുള്ള അഗ്നിവീറുകൾക്ക് പോലീസിൽ സംവരണം പ്രഖ്യാപിച്ച ആദ്യത്തെ സംസ്ഥാനമാണ് രാജസ്ഥാൻ. അടുത്ത, ജപ്പാനിൽ ലിറ്റിൽ ഇന്ത്യ എന്നറിയപ്പെടുന്ന എഡോഗാവയിലെ ഫ്രീഡം പ്ലാസയിൽ ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പ്രതിമയാണ് അനാച്ഛാദനം ചെയ്തത്? മഹാത്മാഗാന്ധി. അപ്പം ലിറ്റിൽ ഇന്ത്യ എന്നറിയപ്പെടുന്ന എഡോഗാവയിലെ ഫ്രീഡം പ്ലാസയിൽ ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പ്രതിമയാണ് അനാച്ഛാദനം ചെയ്തത്? അത് മഹാത്മാഗാന്ധിയുടേതാണ്. വേർ വിൽ ദ FIH ഹോക്കി ഫൈസ് വേൾഡ് കപ്പ് 2024 ബി ഹെൽഡ്? FIH എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ ആണ്, ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അവരുടെ ഫൈസ് വേൾഡ് കപ്പ് 2024, അതായത് 5 പേര് മാത്രം പങ്കെടുക്കണം, ഓരോ ടീമിലും 5 പേര് വീതം. അതാണ് ഫൈസ് വേൾഡ് കപ്പ്. അത് ഹോക്കിയുടെ ഫൈസ് വേൾഡ് കപ്പ് 2024 നടന്ന എവിടെ വെച്ചിട്ടാണ്? മസ്കറ്റിൽ വെച്ചിട്ടാണ്. അത് മസ്കറ്റ് എന്ന് പറഞ്ഞാൽ ഒമാൻ്റെ തലസ്ഥാനമാണ് മസ്കറ്റ്. ഈ ഒരു ടൂർണമെൻറ്റിലെ വിജയികളായത് നെതർലൻഡ്സ്. ഓക്കെ, മിലിറ്ററി എക്സർസൈസ് ഡെസേർട്ട് സൈക്ലോൺ 2024 ഈസ് ബീയിങ് ഓർഗനൈസ്ഡ് ബിറ്റ്വീൻ വിച്ച് കൺട്രീസ്? അപ്പം മിലിറ്ററി എക്സർസൈസുകൾ കുറേ ഉണ്ട്, അതെല്ലാം നോക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ വർഷം ആദ്യം നടന്ന ഒരു മിലിറ്ററി എക്സർസൈസാണ് ഡെസേർട്ട് സൈക്ലോൺ എന്ന് പറയുന്നത് 2024. ഇത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു? ഇന്ത്യയും UAEയും തമ്മിലാണ്. അപ്പോൾ ഇന്ത്യ പങ്കെടുത്ത
എല്ലാ മിലിറ്ററി എക്സർസൈസും നോക്കി വെക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഡെസേർട്ട് സൈക്ലോൺ 2024 എന്ന് പറയുന്നത് ഇന്ത്യയും UAEയും തമ്മിലാണ് നടന്ന മിലിറ്ററി എക്സർസൈസ് ആണ്. ഇത് നടന്ന എവിടെ വെച്ചിട്ടാണ്? താർ മരുഭൂമിയിൽ വെച്ചിട്ടാണ്. രാജസ്ഥാനിലെ താർ മരുഭൂമിയിൽ വെച്ചിട്ടാണ് ഈ ഡെസേർട്ട് സൈക്ലോൺ എന്ന ഈ ഒരു മിലിറ്ററി എക്സർസൈസ് നടന്നത്. അടുത്തത്, വിച്ച് സ്റ്റേറ്റ് ഹാസ് ബിക്കം ദ ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് ടു മാപ്പ് ഓൾ ആക്സിഡൻറ്റ് പ്രോൺ സൈറ്റ്സ്? അപ്പോൾ എന്താണ്, ഒരു സ്റ്റേറ്റിലെ എല്ലാ ആക്സിഡൻറ്റ് പ്രോൺ ആയിട്ടുള്ള സൈറ്റുകളെല്ലാം മാപ്പ് ചെയ്തത്, കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ സ്റ്റേറ്റ് ഏതാണെന്നാണ് ചോദ്യം. അത് പഞ്ചാബാണ്, പഞ്ചാബ്. വിച്ച് സ്മാർട്ട് സിറ്റി ഓഫ് ഇന്ത്യ ഈസ് ഡെവലപ്പിംഗ് ഗ്രീൻ കോറിഡോർ സിസ്റ്റം ഫോർ ടൈംലി ഓർഗൻ ഡൊണേഷൻ ആൻഡ് ട്രാൻസ്പ്ലാന്റേഷൻ? അപ്പോൾ ഇന്ത്യയിലെ ഏത് സ്മാർട്ട് സിറ്റിയാണ് ഗ്രീൻ കോറിഡോർ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത്? ഗ്രീൻ കോറിഡോർ സിസ്റ്റം ഡെവലപ്പ് ചെയ്യണം എന്തിനു വേണ്ടിയിട്ട്? ഫോർ ടൈംലി ഓർഗൻ ഡൊണേഷൻ ആൻഡ് ട്രാൻസ്പ്ലാന്റേഷൻ. ആ സ്റ്റേറ്റ് ഛത്തീസ്ഗഡ് ആണ്, ഛത്തീസ്ഗഡ്. ഓക്കെ, എന്താണ് ഗ്രീൻ കോറിഡോർ സിസ്റ്റം എന്ന് പറയുന്നത്? ഇതൊരു ഇമർജൻസി സിസ്റ്റമാണ്. എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റുന്ന സമയത്ത് ഒരു ജീവൻ രക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇമർജൻസി സിസ്റ്റമാണ്. ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഗ്രീൻ കോറിഡോർ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് GPS കണക്റ്റഡ് ആയിട്ടായിരിക്കും. ഈ ആംബുലൻസിൻ്റെ GPS ആംബുലൻസ് എന്താണ് ഒരു GPS ആയിട്ട് കണക്ട് ചെയ്തിട്ട് അതെന്ത് ചെയ്യും? ITMS എന്ന് പറയുന്ന സിസ്റ്റമായിട്ട് കണക്റ്റഡ് ആണ്, ഇൻ്റലിജൻറ്റ് ട്രാഫിക് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഇതിൻ്റെ ഉപയോഗം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണക്ട് ചെയ്യുന്നതോടുകൂടി ഇപ്പം ഇമർജൻസി കേസായിട്ട് ആംബുലൻസ് വരുമ്പോഴത്തേക്ക് ആ ആംബുലൻസ് ട്രാഫിക് സിഗ്നലിന് 200 മീറ്റർ മുമ്പ് എത്തുമ്പോൾ തന്നെ എന്തു ചെയ്യും? ആ ട്രാഫിക് സിഗ്നൽ ഈ GPS-ൻ്റെ സഹായത്തോട് ആ ട്രാഫിക് സിഗ്നൽ റെഡ് ആണെങ്കിൽ ഗ്രീൻ ആകും. അപ്പോഴത്തേക്ക് വണ്ടിക്ക് എളുപ്പം മൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. അങ്ങനെ നമുക്ക് ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്ന ആളെ കറക്റ്റ് സമയത്ത് ചികിത്സ നൽകാനായിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇതുവഴി GPS വഴി അതിൻ്റെ സ്പീഡും എവിടെയാണ് ഇപ്പം ആംബുലൻസ് ഉള്ളതെന്നെല്ലാം മോണിറ്റർ ചെയ്യാനും പറ്റും. ഓക്കെ, കുട്ടികളുടെ രക്താർബുദ ചികിത്സയ്ക്കായി ടാറ്റ മെമ്മോറിയൽ ആശുപത്രി വികസിപ്പിച്ച രാജ്യത്ത് ലഭ്യമായിട്ടുള്ള ആദ്യ കീമോതെറാപ്പി മരുന്ന്. അപ്പോൾ കുട്ടികളുടെ രക്താർബുദം, ബ്ലഡ് ക്യാൻസർ സംബന്ധമായ ചികിത്സയ്ക്ക് ടാറ്റ മെമ്മോറിയൽ ആശുപത്രി വികസിപ്പിച്ച രാജ്യത്ത് ലഭ്യമായിട്ടുള്ള ആദ്യ കീമോതെറാപ്പി മരുന്ന് അതാണ് പ്രീവാൾ. ഓക്കെ, ഇരുചക്ര വാഹനങ്ങൾ ദൂരസ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി KSRTC ആരംഭിക്കുന്ന പദ്ധതിയാണ് ബൈക്ക് എക്സ്പ്രസ്. ഇവിടുത്തെ KSRTC നമ്മുടെ കേരളത്തിൻ്റെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, കർണാടകയല്ല. ഓക്കെ, ഇരുചക്ര വാഹനങ്ങൾ ദൂരസ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി KSRTC ആരംഭിക്കുന്ന പദ്ധതിയാണ് ബൈക്ക് എക്സ്പ്രസ്. ഓക്കെ, ഊർജ മേഖലയിലെ മാറ്റം ഉൾക്കൊണ്ട് പുതിയ ഊർജ നയം രൂപവത്കരിക്കുന്നതിനായി 18-അംഗ സമിതി രൂപവത്കരിച്ച സംസ്ഥാനം കേരളമാണ്. ഊർജ മേഖലയിലെ മാറ്റം ഉൾക്കൊണ്ട് പുതിയ ഊർജ നയം രൂപവത്കരിക്കുന്നതിനായി 18-അംഗ സമിതി രൂപവത്കരിച്ച സംസ്ഥാനം കേരളമാണ്. ഓക്കെ, 2024 ICC ക്രിക്കറ്റ് റാങ്കിങ്ങിൽ ഒരേ സമയം 1-ാം സ്ഥാനത്തെത്തിയ രാജ്യം. ഇത് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇങ്ങനെയാണ്, 2024 ICC ക്രിക്കറ്റ് റാങ്കിൽ 3 ഫോർമാറ്റിലും 1-ാം സ്ഥാനത്തെത്തിയ രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ബോക്സിംഗ് മത്സരം നടന്നത് ചേപ്പാട് വെച്ചിട്ടാണ്. ചേപ്പാട് ഹരിപ്പാടുള്ള ഒരു സ്ഥലമാണ് ചേപ്പാട്. 2024 തൊഴിൽ നിയമം ലംഘിച്ചതിൻ്റെ പേരിൽ 6 മാസം ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട സമാധാനത്തിനുള്ള നൊബേൽ സമ്മാന ജേതാവ് ആരാണെന്നാണ് ചോദ്യം. ഡോക്ടർ മുഹമ്മദ് യൂനസ് ആണ്. ഡോക്ടർ മുഹമ്മദ് യൂനസ്. ഒന്നുകൂടെ പറയാം, 2024 തൊഴിൽ നിയമം ലംഘിച്ചതിൻ്റെ പേരിൽ 6 മാസം ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട സമാധാനത്തിനുള്ള നൊബേൽ സമ്മാന ജേതാവാണ് ഡോക്ടർ മുഹമ്മദ് യൂനസ്. ഡോക്ടർ മുഹമ്മദ് യൂനസ്. 2024 ജനുവരിയിൽ അന്തരിച്ച കുറുമാട്ടി രാഗിണി P. വത്സലയുടെ ഏത് നോവലിലെ ജീവിച്ചിരിക്കുന്ന കഥാപാത്രമാണ്? അപ്പോൾ 2024 ജനുവരിയിൽ അന്തരിച്ച കുറുമാട്ടി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി P. വത്സലയുടെ ഒരു നോവലിലെ ജീവിച്ചിരിക്കുന്ന കഥാപാത്രമായിരുന്നു. ഏതാണ് ആ നോവല്? ആ നോവലാണ് നെല്ല്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. P. വത്സല ടീച്ചറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട
ഒരു വർക്കിൽ ഒന്നാണ് നെല്ല് എന്ന് പറയുന്നത്. നമ്മുടെ ലതാ മങ്കേഷ്കർ ആദ്യമായിട്ട് മലയാളത്തിൽ ഗാനം ആലപിച്ചത് നെല്ല് എന്ന് പറയുന്ന സിനിമയിലെ കദളി ചെങ്കദളി എന്ന് പറയുന്ന പാട്ടാണ്. ലതാ മങ്കേഷ്കറിൻ്റെ കാര്യം പറയാൻ ആയിട്ടുള്ള ഇടയായത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ലതാ മങ്കേഷ്കർ മരിച്ചത് 2022 മരിച്ചത്. 2022 ഫെബ്രുവരി മാസം 6-ാം തീയതിയാണ് മരിച്ചത്. വർഷം മറക്കരുത്, 2022 തെറ്റായിട്ട് മനസ്സിലാക്കി വെക്കരുത്. 2022 ഫെബ്രുവരി 6-നാണ് ലതാ മങ്കേഷ്കർ മരിക്കുന്നത്. ഓക്കെ. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർപേഴ്സണായി നിയമിതനായത് എസ് ശ്രീകലയാണ്. അപ്പം സംസ്ഥാനത്തെ മലിനീകരണ നിയന്ത്രണ ബോർഡ് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ പുതിയ ചെയർപേഴ്സൺ ആരാണ്? എസ് ശ്രീകലയാണ്. നിർമ്മിത ബുദ്ധി അധിഷ്ഠിത സാങ്കേതിക വിദ്യയിൽ രാജ്യത്തെ പ്രധാന കേന്ദ്രമായി മാറുന്നത് കൊച്ചിയാണ്. നിർമ്മിത ബുദ്ധി എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. അതിൻ്റെ അധിഷ്ഠിത സാങ്കേതിക വിദ്യയിൽ രാജ്യത്തെ പ്രധാന കേന്ദ്രമായി മാറുന്നത് കൊച്ചിയാണ്. അടുത്ത 2024 ബ്രിക്സ് കൂട്ടായ്മയിൽ സ്ഥിരാംഗത്വം നേടിയ രാജ്യങ്ങളുടെ എണ്ണം. അപ്പോൾ 2024 ബ്രിക്സ് കൂട്ടായ്മയിൽ സ്ഥിരാംഗത്വം നേടിയ രാജ്യങ്ങളുടെ എണ്ണം 5 ആ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. UAE, ഈജിപ്റ്റ്, സൗദി അറേബ്യ, ഇറാൻ, എത്യോപ്യ. ഈ 5 രാജ്യങ്ങളാണ് 2024 ബ്രിക്സ് കൂട്ടായ്മയിൽ സ്ഥിരാംഗത്വം നേടിയ രാജ്യങ്ങൾ. അപ്പോൾ നിലവിൽ എത്രയായി ഇപ്പോൾ ടോട്ടൽ നമ്പേഴ്സ്? ബ്രിക്സിലെ രാജ്യങ്ങളുടെ എണ്ണം 10. IAS പദവി ലഭിക്കുന്ന ആദ്യ അഗ്നിസേന ഉദ്യോഗസ്ഥ പ്രിയ രവിചന്ദർ ആണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. IAS പദവി ലഭിക്കുന്ന ആദ്യത്തെ അഗ്നിസേന ഉദ്യോഗസ്ഥ വനിതേനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് ആണുങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ ആദ്യമായിട്ട് ലഭിക്കുന്ന ലേഡി ആരാണെന്നാണ് ചോദിച്ചത്. അതാണ് പ്രിയ രവിചന്ദർ. നാസയും ജാപ്പനീസ് ബഹിരാകാശ ഏജൻസിയായ ജാക്സും ചേർന്ന് നിർമ്മിക്കുന്ന തടികൊണ്ടുള്ള ഉപഗ്രഹം. അപ്പോൾ എന്താണ്? ജാപ്പനീസിൻ്റെ ബഹിരാകാശ ഏജൻസിയാണ് ജാക്സ്, അത് മനസ്സിലാക്കുക. അപ്പം നാസയും ജാപ്പനീസും തമ്മിൽ ചേർന്ന് നിർമ്മിക്കുന്ന തടികൊണ്ടുള്ള ഉപഗ്രഹമാണ് ലിഗ്നോസാറ്റ്. ഓക്കെ. 2023 ഫിഡെ ലോക പുരുഷ റാപ്പിഡ് ചെസ് കിരീടം നേടിയത് മാഗ്നസ് കാൾസൺ ആണ്. 2023 ഫിഡെ ലോക പുരുഷ റാപ്പിഡ് ചെസ് കിരീടം നേടിയതാരാണ്? മാഗ്നസ് കാൾസൺ. അടുത്തത് മാനവ സംസ്കൃത സംസ്ഥാന കമ്മിറ്റി ഏർപ്പെടുത്തിയ പ്രഥമ PT തോമസ് പുരസ്കാരത്തിന് അർഹനായത് മാധവ ഗാഡ്ഗിലാണ്. ഓക്കെ. വാട്ട് ഈസ് ദ മാസ്കറ്റ് ഫോർ ദ 2024 പാരീസ് സമ്മർ ഒളിമ്പിക്സ്? പാരീസ് ഒളിമ്പിക്സ് 2024 എന്താണ് ഭാഗ്യചിഹ്നം ഏതെന്നാണ് ചോദ്യം. ഒളിമ്പിക് ഫ്രിജി. ഇതിൻ്റെ ഫ്രാൻസിൻ്റെ തലസ്ഥാനമാണ് പാരീസ്. അവിടെ വെച്ചാണ് ഇതിൻ്റെ ഓപ്പണിംഗ് സെറമണി നടന്നത്. ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ സമ്മർ ഒളിമ്പിക്സ് ദ ട്രഡീഷണൽ ഓപ്പണിംഗ് സെറമണി വാസ് നോട്ട് ഹെൽഡ് ഇൻ എ സ്റ്റേഡിയം. അപ്പം ഈ ഒളിമ്പിക്സിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഓപ്പണിംഗ് സെറമണി ഒരു സ്റ്റേഡിയത്തിനകത്ത് വെച്ച് നടക്കാതിരിക്കുന്നത്. സ്റ്റേഡിയത്തിനകത്ത് നടന്നില്ല, പക്ഷെ പകരം ഫ്രാൻസിൻ്റെ സെയിൻ നദിക്കരയിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ഓപ്പണിംഗ് സെറമണി നടന്നത്. ഇന്ത്യയിൽ നിന്നും 78ഓളം അത്ലറ്റ്സ് ആണ് ഇതിൻ്റെ ഓപ്പണിംഗ് സെറമണിയിൽ പങ്കെടുത്തത്. ടോട്ടൽ മത്സരിക്കാനായിട്ട് പോയ അത്ലറ്റുകളുടെ എണ്ണം 117 ശ്രദ്ധിക്കുക. ഓപ്പണിംഗ് സെറമണിയിൽ പങ്കെടുത്ത അത്ലറ്റുകളുടെ എണ്ണമാണ് 78. മൊത്തം മത്സരത്തിന് പങ്കെടുക്കാൻ പോയ അത്ലറ്റ്സിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 117. ഓക്കെ. നമ്മുടെ ഇന്ത്യയുടെ ഒരു ഗ്രൂപ്പിനെ നേതൃത്വം കൊടുത്തത് 4 ടൈം ഒളിമ്പിക് ടേബിൾ ടെന്നീസ് പ്ലെയറായ ശരത് കമാലും 2 തവണ ഒളിമ്പ്യൻ ആയ ബാഡ്മിൻ്റൺ പ്ലെയർ PV സിന്ധുവും ചേർന്നാണ്. അപ്പം നമ്മുടെ ഇന്ത്യയുടെ ഗ്രൂപ്പിനെ നയിച്ചത് ഈ ഒരു ഓപ്പണിംഗ് സെറമണിയിൽ നയിച്ചതാരാണ്? 4 തവണ ഒളിമ്പ്യനായ ടേബിൾ ടെന്നീസ് പ്ലെയർ ശരത് കമാലും അതുപോലെ തന്നെ 4 തവണ ഒളിമ്പ്യനായ ടേബിൾ ടെന്നീസ് പ്ലെയർ ശരത് കമാലും അതുപോലെ തന്നെ 2 തവണ ഒളിമ്പ്യനായ ബാഡ്മിൻ്റൺ പ്ലെയർ PV സിന്ധുവും ചേർന്നാണ്. ഈ വർഷത്തെ
അതായത് 2024 പാരീസ് ഒളിമ്പിക്സിൻ്റെ മോട്ടോ എലോൺ വി ഗോ ഫാസ്റ്റർ ബട്ട് ടുഗദർ വി ഗോ ഫർദർ. ഇതാണ് ഈ വർഷത്തെ മോട്ടോ. അടുത്ത, ചൈനയാണ് ആദ്യത്തെ ഗോൾഡ് വിൻ ചെയ്യുന്നത്. ഈ 2024 പാരീസ് ഒളിമ്പിക്സിലെ ആദ്യത്തെ സ്വർണം ലഭിക്കുന്നത് ചൈനയ്ക്കാണ്. ചൈനയുടെ 10 മീറ്റർ റൈഫിൾ മിക്സഡ് ഇവൻറ്റ് ഷൂട്ടിങ്ങിനാണ് ഇവർ ആ ഒരു അവാർഡ് ജയിച്ചത്. ഫസ്റ്റ് മെഡൽ ജയിച്ചത് എന്താണ്? 10 മീറ്റർ റൈഫിൾ മിക്സ്ഡ് ഇവൻറ്റിലായിരുന്നു. ഓക്കെ, അടുത്തത് മൊയിഡം ബിക്കംസ് ഇന്ത്യസ് 43rd സൈറ്റ് ടു ബി ഇൻസ്ക്രൈബ്ഡ് ഓൺ യുനെസ്കോസ് വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റ്. വാട്ട് സ്റ്റേറ്റ് ഈസ് ഇൻ ഇറ്റ്? അപ്പം മൊയിഡം എന്ന് പറയുന്നത് ഈ ഇടയ്ക്ക് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഇടം പിടിച്ചൊരു സ്ഥലമാണ്. ഒരു സ്ഥലമാണ് മൊയിഡം എന്ന് പറയുന്നത്. ഇത് ഇന്ത്യയിൽ നിന്നും ലഭിക്കുന്ന ഈ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ലിസ്റ്റിൽ ഇടം പിടിക്കുന്ന 43ാമത്തെ സ്ഥലമാണ്. ഇത് ഏത് സ്റ്റേറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്? മൊയിഡം ആസാമിലാണ്. എന്താണ് മൊയിഡം എന്ന് പറഞ്ഞാൽ? മൊയിഡം എന്ന് പറഞ്ഞാൽ അഹോം ഡൈനാസ്റ്റി, അവിടുത്തെ അഹോം ഡൈനാസ്റ്റിയുടെ മൗണ്ട് ബെറിയൽ സിസ്റ്റമാണ് മൊയിഡം. ഈ മൊയിഡത്തിനാണ് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ പുതുതായിട്ട് ഇടം പിടിക്കാൻ സാധിച്ചത്. കൾച്ചറൽ കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് കൺട്രി ഹാസ് അസ്യൂംഡ് ദ ചെയർമാൻഷിപ്പ് ഓഫ് ദ ഏഷ്യൻ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് സെൻറ്റർ ഫ്രം ചൈന. അപ്പോൾ ഏഷ്യൻ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് സെൻറ്റർ എന്ന് പറയുന്ന ഡിസാസ്റ്റർ പ്രിപ്പയർനെസ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്, നമുക്ക് പേര് കാണുമ്പോഴേ അറിയാം, ADPC. അപ്പോൾ ഇതിൻ്റെ ചെയർമാൻ, ഇതൊരു ഓർഗനൈസേഷനാണ്, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ്. ഏഷ്യൻ രാജ്യങ്ങളാണ് മെമ്പേഴ്സായിട്ട് വരുന്നത്. അപ്പം ഇത്രയും നാൾ ഈ ഒരു ഓർഗനൈസേഷന് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നത്, ചെയർമാൻഷിപ്പ് വഹിച്ചുകൊണ്ടിരുന്നത് ചൈനയാണ്. അപ്പോൾ 2024-25 വർഷത്തെ ചെയർമാൻഷിപ്പ് ഏറ്റെടുത്ത രാജ്യം നമ്മുടെ സ്വന്തം ഇന്ത്യയാണ്. ചൈനയിൽ നിന്നുമാണ് ഏറ്റെടുത്തത്. ഓക്കെ, എന്താണ് ADPC? ADPC ഈസ് ആൻ ഓട്ടോണമസ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ കോഓപ്പറേഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഇൻ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ആൻഡ് ക്ലൈമറ്റ് റിസൈലൻസ് ബിൽഡിംഗ് ഇൻ ഏഷ്യ ആൻഡ് ദ പസഫിക്. അപ്പോൾ എന്താണ്? ഇതൊരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ്. എന്തിനു വേണ്ടിയിട്ട്? ഓട്ടോണമസ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ്. ഇതെന്താണ്? ഡിസാസ്റ്റർ സംബന്ധമായ റിസ്ക് റെഡ്യൂസ് ചെയ്യാനും ക്ലൈമാറ്റിക് റിസൈലൻസിനും വേണ്ടിയിട്ടുള്ള സകല കോപ്പറേഷനും പിന്നെ മറ്റ് സ്റ്റെപ്സുകളെല്ലാം ഇംപ്ലിമെൻറ്റേഷനും ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ് ADPC. അതിൻ്റെ ഫുൾ ഫോമാണ് ഏഷ്യൻ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് സെൻറ്റർ. ഓക്കെ, ഇന്ത്യനെ റെപ്രസെൻറ്റേറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു ചെയർമാൻഷിപ്പ് ഏറ്റെടുത്ത വ്യക്തിയാണ് രാജേന്ദ്ര സിംഗ്. ഇന്ത്യക്ക് വേണ്ടി ചെയർമാൻഷിപ്പ് ഏറ്റെടുത്ത വ്യക്തിയാണ്, ഇന്ത്യയെ റെപ്രസെൻറ്റേറ്റ് ചെയ്തുകൊണ്ട് ചെയർമാൻഷിപ്പ് ഏറ്റെടുത്ത വ്യക്തിയാണ് രാജേന്ദ്ര സിംഗ്. ഇദ്ദേഹം നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ മെമ്പറാണ്. ഓക്കെ, ഹൂ ക്രിയേറ്റഡ് ഹിസ്റ്ററി ബൈ ബിക്കമിങ് ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു വിൻ ആൻ ഒളിമ്പിക് മെഡൽ ഇൻ ഷൂട്ടിംഗ്. അപ്പം ഷൂട്ടിംഗ് ഇവൻറ്റ്സിൽ ഇതുവരെയായിട്ടും ഇന്ത്യക്ക് ഒളിമ്പിക് മെഡൽ ഒന്നും ലഭിച്ചിട്ടില്ലായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമ്മുടെ ഇന്ത്യക്ക് ഷൂട്ടിങ്ങിന് ഒരു ഒളിമ്പിക് മെഡൽ ലഭിക്കുന്നത്. നേട്ടം കൈവരിച്ച വ്യക്തിയാണ് മനു ഭാക്കറിൻ്റെ സ്ഥലം ഹരിയാന. അപ്പം 33ാമത് സമ്മർ ഒളിമ്പിക്സ് പാരീസിലാണ് ആദ്യമായിട്ട് മനു ഭാക്കർ ഒരു മെഡൽ ജയിക്കുന്നത്. ബ്രോൺസ് മെഡലാണ് ഇദ്ദേഹം ജയിച്ചത്. ബ്രോൺസ് മെഡൽ ഏത് കാറ്റഗറിക്കാണ്? 10 മീറ്റർ എയർ പിസ്റ്റൾ ഇവൻറ്റിനാണ് മനു ഭാക്കറിന് ബ്രോൺസ് മെഡൽ ലഭിക്കുന്നത്. ഹരിയാന സ്വദേശിയാണ്. ഓക്കെ, ഇതിന് മുമ്പത്തെ ടോക്കിയോ ഒളിമ്പിക്സിലും മനു ഭാക്കർ പങ്കെടുത്തിരുന്നു, പക്ഷേ അന്ന് മെഡലൊന്നും കിട്ടിയിരുന്നില്ല. ആദ്യമായിട്ട് മനു ഭാക്കർ ഒരു ഒളിമ്പിക് മെഡൽ ജയിക്കുന്നത് ഈ 2024 പാരീസ് ഒളിമ്പിക്സിലാണ്. ഷീ ഓൾസോ ബിക്കം ദി ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ഷൂട്ടർ ടു വിൻ എ മെഡൽ ഇൻ ഷൂട്ടിംഗ് ഇവൻറ്റ്. അപ്പം ഒരു ഒളിമ്പിക്സിൽ ഷൂട്ടിംഗ് ഇവൻറ്റിൽ ആദ്യമായിട്ട് ഒരു മെഡൽ വിജയിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വുമൺ കൂടിയാണ് മനു ഭാക്കർ. ഓക്കെ,
ഇന്ത്യൻ ഒളിമ്പിക്സിലെ ഇന്ത്യൻ ഷൂട്ടേഴ്സ് ലിസ്റ്റിൽ 5ാമത്തെ മെഡൽ ജേതാവാണ് മനു ഭാക്കർ എന്ന് പറയുന്നത്. അപ്പോൾ മനു ഭാക്കറിന് മുമ്പ് 4 പേര് ഇന്ത്യൻ ഷൂട്ടിംഗ് കോമ്പറ്റീഷനിൽ ഒളിമ്പിക്സിലെ ഇന്ത്യൻ ഷൂട്ടേഴ്സായിട്ട് 4 പേര് എന്ത് ചെയ്തിട്ടുണ്ട്, സമ്മാനം ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്, ഒളിമ്പിക് മെഡൽ കിട്ടിയിട്ടുണ്ട്. മനു ഭാക്കർ ആ ലിസ്റ്റിൽ 5ാമത്തെ വ്യക്തിയാണ്. അപ്പോൾ ആദ്യത്തെ വുമൺ എന്ന് പറയുമ്പോഴേ അറിയാം, ആ ലിസ്റ്റിലെ ബാക്കിയുള്ള 4 പേരും പുരുഷന്മാരാണ്. അഭിനവ് ബിന്ദ്രയൊക്കെ ആ ലിസ്റ്റിൽ വരും. ഓക്കെ. വിച്ച് കൺട്രി ഹാസ് വോൺ ദ 9th വുമൺസ് ഏഷ്യ ക്രിക്കറ്റ് കപ്പ് ടൈറ്റിൽ? 9ാമത് ഏഷ്യ വുമൺസ് ക്രിക്കറ്റ് കപ്പ് ടൈറ്റിൽ ജയിച്ചത് ആരാണ്? ശ്രീലങ്കയാണ്. അപ്പം ഏഷ്യ ക്രിക്കറ്റ് കപ്പ് ഈ അവസാനം നടന്നത് ഏതാണ്? 9ാമത്തെ എഡീഷനാണ്. അതിൽ വുമൻസിൻ്റെയാണ് പറയുന്നത്. അതിൻ്റെ ജേതാക്കൾ ശ്രീലങ്കയാണ്. ഇവർ തന്നെയാണ് എന്ത് ചെയ്തതും ഈ ഏഷ്യ കപ്പ് ഹോസ്റ്റ് ചെയ്തതും. 9ാമത് ഏഷ്യ കപ്പ് ഹോസ്റ്റ് ചെയ്തതും അതിൻ്റെ വിജയികളായതും ശ്രീലങ്കയാണ്. വുമൻസിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇവർ തോൽപ്പിച്ചത് ഇന്ത്യൻ വുമൻസ് ടീമിനെ തന്നെയാണ്. ഇവർ എന്ത് ചെയ്തു? 8 വിക്കറ്റിനാണ് ഇന്ത്യയെ തോൽപ്പിച്ചത്. 8 ബോൾ ശേഷിക്കെ 8 വിക്കറ്റ്സിനാണ് തോൽപ്പിച്ചത്. ഈ ഒരു ഏഷ്യ കപ്പ് ജയിച്ചതിൽ ഈ മാച്ചിലെ പ്ലെയർ ഓഫ് ദ മാച്ച് അവാർഡ് ജേതാവായത് ഹർഷിത സമരവിക്രമയാണ്. ഹർഷിത സമരവിക്രമ ഈ ഒരു ഏഷ്യൻ ഗെയിംസിൻ്റെ പ്ലെയർ ഓഫ് ദ കോമ്പറ്റീഷനായി ജയിച്ചത് ചമാരി അദാപാത്തു ആണ്. ചമാരി അദാപാത്തു. ഓക്കെ. എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ എസ് ജയശങ്കർ അറ്റൻഡഡ് ദി ക്വാഡ് ഫോറിൻ മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് ഇൻ ജപ്പാൻ. അപ്പം ക്വാഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഇന്ത്യ, ഓസ്ട്രേലിയ, USA, ജപ്പാൻ വരുന്നതാണ് ക്വാഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ ഓരോ കാലയളവിലും ഇത്ര വർഷം കഴിയുമ്പോഴത്തേക്കും ഇവർ മീറ്റിംഗ് കൂടും. എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റേഴ്സാണ് പോകുന്നത്, അവരുടെ രാജ്യത്തിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത്. അങ്ങനെ ഈ വർഷത്തെ ആ മീറ്റിംഗ്, ക്വാഡ് ഫോറിൻ മിനിസ്റ്റേഴ്സിൻ്റെ മീറ്റിംഗ് നടന്നത് ജപ്പാനിൽ വെച്ചിട്ടാണ്. ജപ്പാനും ഇതിലൊരു അംഗമാണ് ക്വാഡ് ഗ്രൂപ്പിലെ. ഓക്കെ. ഹൂ റീസെൻ്റ്ലി ടുക്ക് ഓവർ ആസ് ദ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് സിഡ്ബി? സിഡ്ബി നമുക്ക് എന്താണെന്നറിയാം. സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ. അപ്പോൾ സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് സിഡ്ബി എന്ന് പറയുന്നത്. സിഡ്ബിയുടെ പുതിയ ചെയർമാൻ മാത്രമല്ല മാനേജിംഗ് ഡയറക്ടർ പദവിയും ഏറ്റെടുക്കുന്ന പുതിയ വ്യക്തിയാണ് മനോജ് മിട്ടൽ. ഓക്കെ. ഹു ഹാസ് ബിക്കം ദ 7th ബാറ്റ്സ്മാൻ ടു സ്കോർ മോർ ദാൻ 12,000 റൺസ് ഇൻ ടെസ്റ്റ് ക്രിക്കറ്റ്? അപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ 12,000 റൺസ് നേട്ടം കൈവരിക്കുന്ന 12,000 റൺസ് എന്ന നേട്ടം കൈവരിക്കുന്ന 7ാമത്തെ ബാറ്റ്സ്മാനാണ് ആര്? ജോ റൂട്ട്. ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീമിലെ പ്ലെയറാണ് ജോ റൂട്ട്. ശരി. മനു ഭാക്കർ ആൻഡ് സർബ്ജോത് സിംഗ് വോൺ വിച്ച് മെഡൽ ഇൻ ദ 10-meter എയർ പിസ്റ്റൾ മിക്സഡ് ടീം ഇവന്റ് ഓൺ July 30th? അപ്പം മനു ഭാക്കറും സർബ്ജോത് സിംഗും 10-meter എയർ പിസ്റ്റൾ മിക്സഡ് ടീം ഇവന്റിന്റെ മെഡൽ ജയിച്ചു. ഏത് മെഡലാണ് ഇവർക്ക് ലഭിച്ചത്? ബ്രോൺസ് ആണ്. 3ാം സ്ഥാനമാണ് ഇവർക്ക് ലഭിച്ചത്, ബ്രോൺസ് മെഡല്. അപ്പം മിക്സഡ് ടീം ഇവന്റിന്റെ 10-meter എയർ പിസ്റ്റൾ മിക്സഡ് ടീം ഇവന്റിന്റെ മെമ്പേഴ്സ് ആരൊക്കെയായിരുന്നു പങ്കെടുത്തത്? മിക്സഡ് ടീം ഇവന്റിന് ഇന്ത്യക്ക് വേണ്ടി മനു ഭാക്കറും സർബ്ജോത് സിംഗുമാണ് പങ്കെടുത്തത്. ബ്രോൺസ് മെഡൽ ജയിച്ചു. ഭാക്കർ ഹാസ് നൗ വൺ 2 medals അറ്റ് പാരീസ് ഗെയിംസ്. അപ്പോൾ പാരീസ് ഗെയിംസിൽ 2 മെഡൽ ആണ് മനു ഭാക്കറിന് ലഭിച്ചത്. പിന്നെന്താണ്? ഭാക്കർ ഈസ് ദ 4th ഇന്ത്യൻ ആഫ്റ്റർ നോർമൻ പ്രിച്ചാർഡ്, സുശീൽ കുമാർ ആൻഡ് PV സിന്ധു ടു വിൻ മൾട്ടിപ്പിൾ മെഡൽസ് ഫോർ ഇന്ത്യ അറ്റ് ദ സമ്മർ ഗെയിംസ്. അപ്പോൾ ഒരു ഒളിമ്പിക് ഗെയിംസിൽ ഒന്നിൽ കൂടുതൽ മെഡൽ ജയിക്കുക എന്ന നേട്ടം കൈവരിക്കുന്ന 4ാമത്തെ ഇന്ത്യൻ ആണ് ആര്? മനു ഭാക്കർ എന്ന് പറയുന്നത്. പക്ഷേ വേറൊരു റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ എഡീഷനിൽ ഇതുവരെയായിട്ടും ആരും ഒന്നിൽ കൂടുതൽ മെഡൽ ജയിച്ചിട്ടില്ലായിരുന്നു. ഒന്നിൽ കൂടുതൽ മെഡൽ ജയിച്ചിട്ടുള്ളവരെല്ലാം പല ഒളിമ്പിക്സിലായിട്ടാണ് മെഡൽ ജയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരൊറ്റ ഒളിമ്പിക്സിൽ തന്നെ ഒന്നിൽ കൂടുതൽ മെഡൽ ജയിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ ആണ് മനു ഭാക്കർ എന്ന് പറയുന്നത്. ബട്ട് നോ ഇന്ത്യൻ ഹാഡ് വൺ മോർ ദാൻ 1 medal ഇൻ എ സിംഗിൾ എഡീഷൻ.
പാക്കർ അച്ചീവ്ഡ് ദ ഫീറ്റ് അറ്റ് പാരീസ് ഒളിമ്പിക്സ് 2024. ഓക്കെ. വിച്ച് കൺട്രി വിൽ ഹോസ്റ്റ് ദ മെൻസ് ക്രിക്കറ്റ് ഏഷ്യ കപ്പ് ഇൻ T20 ഫോർമാറ്റ് ഇൻ 2025? അപ്പം മെൻസിൻ്റെ ആണുങ്ങളുടെ പുരുഷന്മാരുടെ എന്താണ് ഏഷ്യ കപ്പ് 2025 T20 ഫോർമാറ്റിൽ നടക്കുന്ന ഏഷ്യ കപ്പ് ഹോസ്റ്റ് ചെയ്യുന്ന രാജ്യം നമ്മുടെ സ്വന്തം ഇന്ത്യയാണ്. ഇതേ ഏഷ്യ കപ്പ് തന്നെ ODI ഫോർമാറ്റിലുണ്ട്. അത് നടക്കുന്ന 2027 ആ ഒരു ODI ഫോർമാറ്റിലുള്ള ഏഷ്യ കപ്പ് ഹോസ്റ്റ് ചെയ്യുന്നത് ആരാണ്? ബംഗ്ലാദേശുകാരാണ്. ബംഗ്ലാദേശ്. ഓക്കെ. ICC മെൻസ് T20 വേൾഡ് കപ്പ് 2026. അപ്പോൾ ഇനി അടുത്ത ICC T20 വേൾഡ് കപ്പ്, നിലവിലെ ചാമ്പ്യന്മാർ ഇന്ത്യയാണ്. അടുത്ത വേൾഡ് കപ്പ് വരാൻ പോകുന്ന 2026 T20 വേൾഡ് കപ്പ്. ICCയുടെ എത്രാമത്തെയാണ്? 10ാമത്തെ T20 വേൾഡ് കപ്പാണ് ഇനി വരാൻ പോകുന്നത്. ഇത് ഹോസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യയും ശ്രീലങ്കയും കൂടെയാണ്. ഇന്ത്യയും ശ്രീലങ്കയും. അപ്പോൾ ICC മെൻസ് വേൾഡ് കപ്പ് ODI ഫോർമാറ്റിൽ വരുന്നത് 2027 2027 ICC മെൻസ് ODI വേൾഡ് കപ്പ് നടക്കുന്നത് 2027. എത്രാമത്തെ ODI വേൾഡ് കപ്പാണ് ഇനി വരാൻ പോകുന്നത് 2027? 14ാമത്തെ വേൾഡ് കപ്പാണ്. ഇത് ഹോസ്റ്റ് ചെയ്യുന്നത് സൗത്ത് ആഫ്രിക്ക, സിംബാബ്വെ ആൻഡ് നമീബിയ. ഒന്നുകൂടെ പറയാം. ICC മെൻസ് T20 വേൾഡ് കപ്പ് 2026 ഹോസ്റ്റ് ചെയ്യുന്നത് ആരാണ്? ഇന്ത്യയും ശ്രീലങ്കയാണ്. 2026 T20 വേൾഡ് കപ്പ് ഇനി വരാൻ പോകുന്നത്, അത് ഹോസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യയും ശ്രീലങ്കയാണ്. പക്ഷേ 2027 ODI വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ സൗത്ത് ആഫ്രിക്ക, സിംബാബ്വേയും നമീബിയയും ചേർന്നിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യ ഹാസ് റീസെൻ്റ്ലി റിസീവ്ഡ് ദ ഓപ്പറേറ്റിംഗ് റൈറ്റ്സ് ഫോർ മോംഗ്ല പോർട്ട് ടെർമിനൽ ഓഫ് വിച്ച് കൺട്രി? അപ്പം മോംഗ്ല പോർട്ട് എവിടെയാണെന്നാണ് ചോദ്യം. മോംഗ്ല പോർട്ട് ബംഗ്ലാദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ബംഗ്ലാദേശിൽ സ്ഥിതി ചെയ്യുന്ന ഈ മോംഗ്ല പോർട്ട് ടെർമിനലിൻ്റെ ഓപ്പറേറ്റിംഗ് റൈറ്റ്സ് ഇന്ത്യക്ക് ലഭിച്ചു. ഓക്കെ. വെൻ ഈസ് വേൾഡ് ഡേ അഗെയിൻസ്റ്റ് ട്രാഫിക്കിംഗ് ഇൻ പേഴ്സൺസ് ഒബ്സർവ്ഡ് എവരി ഇയർ ടു റൈസ് അവയർനെസ് അബൌട്ട് ഹ്യൂമൻ ട്രാഫിക്കിംഗ്? അപ്പോൾ മനുഷ്യക്കടത്തിന് എതിരായിട്ടുള്ളൊരു അവയർനെസ് കൊടുക്കാൻ വേണ്ടി ഒരു ദിനം ആചരിക്കുന്നുണ്ട്. അത് എന്നാണ് ചോദ്യം. അത് ജൂലൈ 30. ഈ കൊല്ലത്തെ 2024 തീം എന്താണ്? ലീവ് നോ ചൈൽഡ് ബിഹൈൻഡ് ഇൻ ദ ഫൈറ്റ് അഗെയിൻസ്റ്റ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്നാണ് 2024 തീം. ഈ ഒരു ദിവസം ആചരിച്ചു തുടങ്ങിയത് 2013 മുതലാണ്. 2013 മുതലാണ് ആചരിച്ചു തുടങ്ങിയത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്.